എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഉള്ള പല ഗ്രഹങ്ങളിലും നമുക്ക് കാണാം പല ടൈപ്പ് ബുദ്ധ പ്രതിമകൾ അല്ലേ? അത് ഏതൊക്കെയാണെന്നും അത് എങ്ങനെയൊക്കെയാണ് എവിടെയൊക്കെയാണ് പ്ലേസ് ചെയ്യേണ്ടതെന്നും നമുക്കിന്ന് ചർച്ച ചെയ്യാം. ബുദ്ധ പ്രതിമകൾ 5 എണ്ണമാണ്. ഒന്ന് ലാഫിംഗ് ബുദ്ധ, നമ്മൾ കാണാറുണ്ട് അല്ലേ? പുറകിലൊരു ചാക്കും തൂക്കി ഇങ്ങനെ നിൽക്കുന്ന രൂപം, അതാണ് ലാഫിംഗ് ബുദ്ധ. രണ്ടാമത് മെഡിറ്റേറ്റിംഗ് ബുദ്ധ, അതായത് 2 കൈയും ഇങ്ങനെ വെച്ച് കണ്ണടച്ച് ചമ്പ്രം പടിഞ്ഞിരിക്കുന്ന ഒരു പൊസിഷൻ. മൂന്നാമത് പ്രൊട്ടക്റ്റിംഗ് ബുദ്ധ. നാലാമത് റിക്ലൈനിങ് ബുദ്ധ. അഞ്ചാമത് ടീച്ചിങ് ബുദ്ധ. റിക്ലൈനിങ് ബുദ്ധ എന്ന് പറയുന്നത് ശയനാവസ്ഥയിലായിരിക്കും, കിടക്കുന്ന പൊസിഷനിലുള്ള ബുദ്ധ പ്രതിമകളാണ് റിക്ലൈനിങ് ബുദ്ധ. പിന്നെ പ്രൊട്ടക്റ്റിംഗ് ബുദ്ധയും ടീച്ചിങ് ബുദ്ധയും കാണുമ്പോൾ സിമിലർ ആയിട്ട് തോന്നും, വ്യത്യാസം പറഞ്ഞുതരാം. പ്രൊട്ടക്റ്റിംഗ് ബുദ്ധയുടെ വലത് കൈ ഇങ്ങനെയായിരിക്കും, പാം ഓപ്പൺ ആയിരിക്കും. ടീച്ചിങ് ബുദ്ധയുടെ വലത് കൈ തന്നെ ആയിരിക്കും, പക്ഷേ അത് ഈ ഒരു ചിഹ്നം, ഒരു മുദ്ര പോലെ ഉണ്ടാവും. അതാണ് ടീച്ചിങ് ബുദ്ധ. ഇനി ഈ 5 ബുദ്ധ പ്രതിമകളും എവിടെ പ്ലേസ് ചെയ്യണം, അതിൻ്റെയൊക്കെ ബെനിഫിറ്റ് എന്താണെന്നുള്ളത് ഇനി പറയാം. ആദ്യം ലാഫിംഗ് ബുദ്ധ. ലാഫിംഗ് ബുദ്ധ കൃത്യമായിട്ട് നമ്മൾ ഗൃഹത്തിൽ പ്ലേസ് ചെയ്താൽ അത് സന്തോഷവും അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാവുമെന്നാണ് ഫെങ്ഷൂയി തത്വപ്രകാരമുള്ള വിശ്വാസം. അതെങ്ങനെ പ്ലേസ് ചെയ്യണമെന്ന് പറയാം. ഒന്ന്, നമ്മുടെ മെയിൻ എൻട്രൻസിന് അഭിമുഖമായിട്ട്, മെയിൻ എൻട്രൻസിനെ അത് നോക്കണം. അതിന് നമുക്ക് ഒരു ഷെൽഫിൻ്റെ മുകളിലോ അത് നേരെ ഈ മെയിൻ എൻട്രൻസിന് നേരെ ഓപ്പോസിറ്റോ വെക്കാം. അങ്ങനെ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഒരു ഷെൽഫ് പോലെ ചെയ്തിട്ട് അവിടെ വെക്കുക. ഈ ഷെൽഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിനോടൊപ്പം വേറെ ഒന്നും വെക്കാൻ പാടില്ല. ആ ബുദ്ധ, ലാഫിംഗ് ബുദ്ധ മാത്രമായിരിക്കണം. പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ 3 അടി, ഗ്രൗണ്ടിൽ നിന്ന് 3 അടി എങ്കിലും പൊക്കം വേണം ആ പ്ലേസ്മെൻറ്റിന്. അത് ശരിക്കും ഐഡിയൽ ആയിട്ടുള്ളൊരു ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഐ ലെവലിന് മേളിലായിരിക്കണം. അതാണ് ഇതിൻ്റെ പ്ലേസ്മെൻറ്റ്. ഈ രീതിയിൽ ലാഫിംഗ് ബുദ്ധ പ്ലേസ് ചെയ്താൽ ഗൃഹത്തിനുള്ളിൽ അഭിവൃദ്ധി, സന്തോഷം, ഐശ്വര്യം തീർച്ചയായിട്ടും ഉണ്ടാവും. രണ്ടാമത് മെഡിറ്റേറ്റിംഗ് ബുദ്ധ. മെഡിറ്റേറ്റിംഗ് ബുദ്ധ കിഴക്കോട്ട് അഭിമുഖമായിട്ടേ വെക്കാവൂ. അത് പൂജാമുറിയിലും വെക്കാം. അത് നമുക്ക് ഒരുപാട് കാംനെസ്സും ഫോക്കസും തരുമെന്നാണ് വിശ്വാസം. മെഡിറ്റേറ്റിംഗ് ബുദ്ധ ബെഡ്റൂം, കിച്ചൺ, വാഷ്റൂംസ് ഇവിടെ ഒന്നും വെക്കാൻ പാടില്ല. ലിവിങ് റൂമിൽ വെക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിഴക്കോട്ട് അഭിമുഖമായിട്ട് വയ്ക്കാം. പിന്നെ പൂജാമുറി അല്ല, നമ്മൾ പൂജകളൊന്നും ചെയ്യാറില്ല, പ്രാർത്ഥന മാത്രമാണ്. പ്രാർത്ഥനാ മുറിയിലും ഇത് കിഴക്കോട്ട് അഭിമുഖമായിട്ട് വയ്ക്കാം. പക്ഷെ മറ്റ് ദേവതാ ചിത്രങ്ങളുടെ കൂടെ വെക്കാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഷെൽഫിലോ ഇല്ലെങ്കിൽ ഒരു കോർണറിലോ ഒരു ഷെൽഫ് പോലെ അടിച്ച്, നേരത്തെ പറഞ്ഞ ഐ ലെവലിന് മേളിൽ വെക്കുന്നതാണ് ഉത്തമം. മിനിമം 3 ഫീറ്റ് ഐ ലെവലിന് മേളിൽ വെക്കുക. ഇതാണ് മെഡിറ്റേറ്റിംഗ് ബുദ്ധയുടെ സ്ഥാനം. ഇതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു, മനസ്സിന് നല്ല ശാന്തതയും മനസ്സിന് നല്ലൊരു ഫോക്കസും കിട്ടും. മൂന്നാമത് പ്രൊട്ടക്റ്റിംഗ് ബുദ്ധ. അത് നമ്മുടെ ഗൃഹത്തിന് സുരക്ഷ നൽകുമെന്നാണ് വിശ്വാസം. അത് ഞാൻ നേരത്തെ പറഞ്ഞു, ലാഫിംഗ് ബുദ്ധയുടെ അതേ പ്ലേസ്മെൻ്റ് ആണ്. എൻട്രൻസിനെ ഫേസ് ചെയ്ത്, ഇല്ലെങ്കിൽ കോണോട് കോണൊരു ഷെൽഫ് വെച്ച് എൻട്രൻസിനെ ഫേസ് ചെയ്ത് വേണം വെക്കാൻ. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നും, ലാഫിംഗ് ബുദ്ധയുടെ കൂടെ വെക്കാമോ? തീർച്ചയായിട്ടും വെക്കാം. പ്രൊട്ടക്റ്റിംഗ് ബുദ്ധയും ലാഫിംഗ് ബുദ്ധയും ഒരുമിച്ച് വെക്കാം. പക്ഷേ ശ്രദ്ധിക്കേണ്ടത്, പ്രൊട്ടക്റ്റിംഗ് ബുദ്ധ ഇടതുവശത്തും ലാഫിംഗ് ബുദ്ധ വലതുവശത്തും. എങ്ങനെ? ഡോറിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, പ്രതിമ ഡോറിലേക്ക് നോക്കുമ്പോൾ, പ്രതിമയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ പ്രൊട്ടക്റ്റിംഗ് ബുദ്ധ ഇടതുവശവും ലാഫിംഗ് ബുദ്ധ വലതുവശവും ഒരുമിച്ച് വയ്ക്കാം. നാലാമത് റിക്ലൈനിങ് ബുദ്ധ. ഞാൻ നേരത്തെ പറഞ്ഞു, ശയനാവസ്ഥയിൽ കിടക്കുന്ന ബുദ്ധൻ്റെ പ്രതിമ. അത് ശ്രീബുദ്ധൻ മോക്ഷം പ്രാപിക്കുന്നതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന ഒരു പൊസിഷനാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അത് ലിവിങ് റൂമിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിഴക്കോട്ട് അഭിമുഖമായിട്ട് ലിവിങ് റൂമിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഹൈറ്റൊക്കെ കണക്കാക്കി വെക്കാം. അത് ഇന്നർ പീസും ഒരു ഡിറ്റാച്ച്മെൻറ്റ്, അതായത് ഈ ലൗകിക സുഖങ്ങളിൽ നിന്നുള്ള ഒരു ഡിറ്റാച്ച്മെൻറ്റ് അത് പ്രദാനം ചെയ്യുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അഞ്ചാമത്തേത് ടീച്ചിങ് ബുദ്ധ. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഒരു മുദ്രയോടുകൂടിയുള്ള ബുദ്ധ പ്രതിമ നമ്മൾ സ്റ്റഡി റൂമിലും റീഡിംഗ് റൂമിലൊക്കെ വെക്കുന്നത് നല്ലതാണ്. നമ്മൾ ഇരിക്കുന്നതിന് പിന്നിലായിട്ട് വെക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. അത് കിഴക്കോട്ട് അഭിമുഖമാണെങ്കിൽ ഏറ്റവും നല്ലത്. നേരത്തെ പറഞ്ഞ ഹൈറ്റ്, പ്ലേസ്മെൻ്റ് എല്ലാം നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ടീച്ചിങ് ബുദ്ധ ഈ രീതിയിൽ പ്ലേസ് ചെയ്താൽ നമുക്ക് വിസ്ഡം, ലേണിംഗ്, മെമ്മറി പവറൊക്കെ കൂടുമെന്നാണ് വിശ്വാസം. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ബുദ്ധ പ്രതിമകളൊന്നും കവേർഡ് ക്യാബിനറ്റ്സിൽ വെക്കാൻ പാടില്ല.
കവേർഡ് ഷെൽഫിൽ ഒന്നും വെക്കാൻ പാടില്ല, ഓപ്പൺ ആയിട്ടിരിക്കണം. യാതൊരു കാരണവശാലും ഒരു ബുദ്ധപ്രതിമയും സ്റ്റെയർ കേസിനടിയിൽ വെക്കാൻ പാടില്ല. ഇനി ലാഫിംഗ് ബുദ്ധയും പ്രൊട്ടക്റ്റിംഗ് ബുദ്ധയും, ഇത് രണ്ടിനും ഒരു രീതിയിലും അവിടെ ഒരു ആരാധനയും പാടില്ല. അവരുടെ സാന്നിധ്യം തന്നെയാണ് നമ്മുടെ ഗൃഹത്തിൻ്റെ ഐശ്വര്യം. ബാക്കിയുള്ള ബുദ്ധപ്രതിമകൾക്ക് ഇടയ്ക്കൊരു ചന്ദനത്തിരിയോ ഇടയ്ക്കൊരു മെഴുകുതിരിയൊക്കെ ആവാം. താങ്ക് യു.